എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. അമ്മയുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് പറിച്ച ചീര കൊണ്ടൊരു തോരനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ചീര പറിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം വെള്ളം വാലാൻ വേണ്ടി വെക്കുക. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം വെള്ളമെല്ലാം മാറിയതാണ്. ഇനി നമുക്ക് ഈ ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. ചീരയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരന്റെ അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങ ചിരകിയത്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇനി ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ചീര അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ആദ്യം തന്നെ അരപ്പും ചീരയും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത് ഇത് ഉണ്ട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അടുപ്പില് ചീര ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച ശേഷം എണ്ണയെല്ലാം ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച ശേഷം ആദ്യം അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് ഒന്ന് ഇളക്കിയ ശേഷം മാത്രം ഇലയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താലും നമുക്ക് ചീരത്തോരൻ നന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടാം. ഇനി നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ചീരയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട ശേഷം നമ്മൾ അരപ്പിടാൻ നിൽക്കുകയാണെങ്കിൽ ഇല പെട്ടെന്ന് വാടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം. പിന്നെ ഇലത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് വളരെ കുറച്ചിടുന്നതാണ് നല്ലത്. നമ്മൾ അരിയുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഇത് വാടിക്കഴിയുമ്പോൾ വളരെ കുറച്ചായി മാറും. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കും. ഇനി അടച്ചു കൊടുത്ത് ചെറിയ തീയിൽ വേവിക്കുക. ഇപ്പോൾ ഇലയെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഉപ്പ് സ്വല്പം കുറവായിരുന്നു, അതുകൊണ്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്വല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ അടച്ചു വയ്ക്കാം. സ്വല്പം കൂടെ ഒന്ന് തോരന് വേകാനുണ്ട്. ഇപ്പം നമ്മുടെ തോരൻ വെന്തിട്ടുണ്ട്. ഉപ്പും പാകത്തിനുണ്ട്. ഇനി ഇതിന്റെ ഈർപ്പം മാത്രം ഒന്ന് മാറിയാൽ മതി. അതിനു വേണ്ടി 1 മിനിറ്റ് അടുപ്പിൽ തന്നെ വെക്കുക. ഇപ്പോൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ചീരത്തോരൻ ഒട്ടും കുഴഞ്ഞിട്ടില്ല. ഇതുപോലെ ചീരത്തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ചീരത്തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ ഉണ്ടായ ചീര ആയതുകൊണ്ടും ജൈവവളം മാത്രം ചേർത്ത് നട്ടതായതുകൊണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ വീഡിയോ കണ്ട ശേഷം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.